ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് കുഞ്ചൂസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ നല്ല അടിപൊളി മൊരിഞ്ഞ ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി തേങ്ങ ചട്നി ഉണ്ടായിട്ടുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉഴുന്ന് നന്നായിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് പൊതിർത്ത് വെച്ചതാണ് ഇത് കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ മാറ്റി നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 മണി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതോ രീതിയിൽ കണ്ടുപോയിട്ട് ഇട്ടതാണ്. പക്ഷേ ഉലുവ വേണ്ട, ഉലുവ ക്യാൻസലാണ്, ആരും ഉലുവ ഇടാൻ പാടില്ല. അപ്പോൾ ഇതൊരു ഇതാണ്. അപ്പോൾ ഈ കുഞ്ഞു ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ചായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യമായ ഒരു തിക്നെസ്സിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നന്നായി അരയണമെന്നില്ല, എന്നാലും തരിതരി കുറച്ച് ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഉഴുന്നങ്ങനെ മുഴുവനായിട്ട് കിടക്കാൻ പാടില്ല, അതുപോലെ അരച്ചെടുക്കണം. പിന്നെ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഒരു ഇതായിട്ട് കൊടുത്തിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ അരച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് കുറച്ച് ഞാനിപ്പോൾ ഇത്രയും ഉഴുന്ന് ഒരു 3-4 തവണയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത്രയും വെള്ളം, 1 സ്പൂണ് വെള്ളം വെച്ചിട്ട് ഞാൻ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു സെക്ഷൻ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മൊത്തത്തിൽ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സത്യത്തിൽ അപ്പം തന്നെ നമുക്ക് ചൂടാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് പെർമനൻറ്റ് ചെയ്യാൻ വെക്കാം, നാളെ ചൂടാം. പക്ഷെ ഞാൻ ഒരു 10-15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പച്ചമുളകില്ലായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പച്ചമുളക് കടയിൽ പോയി വാങ്ങി വരുന്നത് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില, പച്ചമുളക്, കുഞ്ഞിതായി അരിഞ്ഞ ഇഞ്ചി, മുഴുവനോടെയുള്ള കുരുമുളക്, ഉപ്പ്, ഇത്രയാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കറിവേപ്പില, നാടൻ കറിവേപ്പില ആയതുകൊണ്ട് നല്ല മണമായിരുന്നു കേട്ടോ കറിവേപ്പില അരിഞ്ഞപ്പോൾ. അങ്ങനെ ഇത് നന്നായിട്ട് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വെള്ളം ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കും, ലൂസായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ലൂസായ പോലെ തോന്നി. അപ്പം ഞാൻ ഒരു 2-3 സ്പൂണ്, കുഞ്ഞ് സ്പൂൺ കേട്ടോ, ഇതിട്ടിട്ടുണ്ടായിരുന്നു റവ. അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. കാരണം ഞാനിത് ചുടുന്ന സമയത്താണ് ഞാൻ ആ റവ ചേർത്തത്. അപ്പോൾ റവ ചേർക്കുന്നത് നല്ലതാണ്, പക്ഷെ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൂസായത് കൊണ്ടാണ് ഞാനത് ഒരു 2-3 സ്പൂണ് റവ ചേർത്തത്. അപ്പോൾ റവയും കൂടി ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം, അന്നേരം ആ ഒരു ഇത് നല്ല ഇതിൽ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കാരണം കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇതാക്കാൻ. കാരണം ഇത് വേഗത്തിലിട്ട് കഴിഞ്ഞാൽ പുറം നല്ല ഇതായി പോവും, ഉള്ളു വേവാതെയാവും. അപ്പോൾ ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, പച്ചവെള്ളം. അപ്പോൾ ഇതാദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പച്ചവെള്ളത്തിൽ 2 കൈ നന്നായിട്ട് മുക്കും കേട്ടോ. പച്ചവെള്ളത്തിൽ ഞാൻ 2-3 സ്പൂണ് എണ്ണയും കൂടി വെച്ചിട്ടുണ്ട്, ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ കയ്യിലൊരു ഓയിൽ വരും. അപ്പോൾ ഇതങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിൽ വെച്ചിട്ട് ഈ നമ്മൾ തള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു ഓട്ട കൊടുക്കും. എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് ഇടുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഉഴുന്ന് വട അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2ാമത്തെ ഉഴുന്ന് വട ഷേപ്പില്ലാണ്ടായി, 3ാമത്തെ ഉഴുന്ന് വട ഏതോ രീതിയിലായി. പിന്നെ ഓക്കെ ആയി വന്നു കേട്ടോ, ഷേപ്പ് വന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ കയ്യിൽ അങ്ങോട്ട് വീകുന്നുണ്ടായിട്ടില്ല കേട്ടോ. കാരണം പച്ചവെള്ളം നമ്മൾ നല്ലോണം ആക്കുമ്പോൾ ലൂസായി പോവുകയും ചെയ്യും. അപ്പം അതിന് എണ്ണ നല്ലോണം തേച്ചാൽ മതി. അത് നമ്മൾ ഉഴുന്ന് വട ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കലാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട്
തൊള വട എന്നും പറയാട്ടോ. അപ്പം ഇതാ നമ്മളെ ഉഴുന്ന് വട സെറ്റായിട്ടുണ്ട്. ഈ രണ്ടിതും പിന്നെ ഷേപ്പില്ലാണ്ടായതാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ നമ്മൾ മുഴിഞ്ഞ് നല്ല അടിപൊളി ഉഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാച്ച് കോരി മാറ്റാൻ പോവാണ് കേട്ടോ. നല്ലോണം എണ്ണയൊക്കെ അതിൽ നിന്ന് ഇതാക്കിയിട്ട് ഫസ്റ്റ് ബാച്ച് ഇതാ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ച് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനേക്ക് വേണ്ട ഒരു ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ, തേങ്ങാ ചട്നി. തേങ്ങ കുറച്ചെടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും ഈ ഒരു കഷ്ണം സവാളയും കൂടി ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കും. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് കേട്ടോ, വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഉഴുന്ന് വട സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ച് ഇത് അവിടെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതാ എല്ലാം സെറ്റായി ഞാൻ സെർവ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതൊരു വാഴയിലൊക്കെ വെട്ടി ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചട്നിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാ പുറം നല്ല കിറുന്നിരുന്ന് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നല്ല അടിപൊളി ഉഴുന്നുവടയാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ചട്നിയിൽ മുക്കി കഴിച്ചു നോക്കി. ആദ്യം ഞാൻ വെറുതെ ഒന്ന് കഴിച്ചു നോക്കി, പിന്നെ ഇത് ചട്നിയിൽ മുക്കിയും കഴിച്ചു നോക്കി. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. ഒക്കെ നമ്മൾ വീഡിയോൻ്റെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.